ഇപ്പോൾ സമയം 4 മണിയാവാറായി. ഇപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ മോൻ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട്. അവന് ഏറ്റവും ഇഷ്ടമുള്ളത് കാ ബജിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് അളവിലേ എടുക്കുന്നുള്ളൂ. ഈ ഒരളവിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അവന് വേണ്ടി മാത്രമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുകയാണേ. അളവിൽ കുറച്ച് സോഡാപ്പൊടി കൂടി, അതൊന്ന് പൊള്ളി വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഈ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മോന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ചെറിയൊരു കായാണ് എടുത്തിട്ടുള്ളത്. ഇത് മതി. ഇതിന് 3 കഷ്ണമൊക്കെ എടുത്തിട്ട് ഇതിന് തന്നെ നമുക്ക് 3 ബജി ഉണ്ടാക്കിയെടുക്കാം. നോക്കാം. കാതേ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പീസാക്കി എടുക്കാം. ഇതിന് 3 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഉണ്ടാക്കാനുള്ള ആവേശത്തിൽ ഇതിൽ കായപ്പൊടി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ചെറിയൊരളവിൽ ഒത്തിരി ഒരു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് കാണിച്ച് വയ്ക്കാം. നല്ലോണം മാവൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതിലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എടുത്ത് അതിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ബജിക്കുള്ള കാ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ആവുന്നവരെ കാത്തിരിക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. എന്താവുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി മുരിങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവസാനം ഇട്ടുകൊണ്ടേ. ഇതൊന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തിട്ടില്ല. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. കടയിലെ പോലെ തന്നെ നല്ല മുരിഞ്ഞാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ടൊന്ന് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ബജി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാബേജ് ഇത് നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പുമാണ്. ചൂടാണ്. ഇതേ മാവ് കണ്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് തിരിച്ചിടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ഇത് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലിത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആകുന്നതാണ്. കുറച്ച് കടലമാവ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുന്നവർ ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ നല്ല ബജി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്